നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂൺ 8 അതായത് കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 25 ഞായറാഴ്ചയും ചോതി നക്ഷത്രവും ശുക്ലപക്ഷ ദ്വാദശി കഴിഞ്ഞ് ത്രയോദശി അതായത് പ്രദോഷം വരുന്ന ദിവസം. ത്രയോദശി പ്രദോഷം തുടങ്ങുന്നതേ ഉള്ളൂ. ദ്വാദശി തന്നെയാണ്. ഉദയം 5:45 അസ്തമനം 6:30 PM ഞായറാഴ്ചയും ചോതി നക്ഷത്രവും വരുന്ന ദിവസം. ചോതി കഴിഞ്ഞിട്ട് വിശാഖം തുടങ്ങും. ആ ദിവസം ശുക്ലപക്ഷ ദ്വാദശി തിഥിയാണെങ്കിലും ദ്വാദശി തിഥി കഴിയും, ത്രയോദശി തുടങ്ങും. അപ്പൊ ത്രയോദശി തുടങ്ങിയാൽ ത്രയോദശി നമ്മൾ ശിവഭഗവാന്റെ ദിവസമായിട്ടാണ് കാണുന്നത്, പ്രദോഷമായിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് പ്രദോഷത്തിന്റെ പ്രാർത്ഥനയും ചെയ്യാം, ശിവഭഗവാനെ പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ചയാണ് ശരിക്കും പ്രദോഷം വരുന്നത്. എന്തായാലും ഈ ദിവസം 5:45 AM സൂര്യോദയവും 6:30 PM സൂര്യാസ്തമനവുമാണ്. രാഹുകാലമാണെങ്കിൽ 4:54 PM മുതൽ 6:30 PM വരെയും, ഗുളികകാലം 3:19 PM മുതൽ 4:54 PM വരെയും, യമകണ്ഠകാലം 12:08 PM മുതൽ 1:43 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:44 AM മുതൽ 12:06 PM വരെയും, 12:10 PM മുതൽ 12:32 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമമാകട്ടെ മീനക്കൂറുകാർക്ക്. പ്രദോഷമാണ്. കൊട്ടിയൂര് വൈശാഖ ഉത്സവം ഒക്കെ ആരംഭിക്കുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച. അപ്പം അതുകൊണ്ട് തന്നെ കൊട്ടിയൂര് അപ്പനെ പ്രാർത്ഥിക്കണം, അക്കരെ കുട്ടിയൂരപ്പനെ ഇക്കരെ കുട്ടിയൂരപ്പനെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ദിവസമാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശിവങ്കിൽ ജലധാരം എടുക്കുന്നത്, പ്രദോഷവ്രതം എടുക്കുന്നതൊക്കെ നല്ലതാണ്. പ്രദോഷവ്രതം ഇന്നും നാളെയുമായിട്ട് എടുത്താലാണ് പൂർണ്ണമാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ പോയി അവിടുത്തെ ചിട്ടയ്ക്കനുസരിച്ചിട്ട് പ്രദോഷവ്രതം എടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഇന്നത്തെ ഗ്രഹനില പറയുകയാണെങ്കിൽ സൂര്യനും ഉദയവും ഇടവത്തിലാണ്, ചന്ദ്രൻ നിൽക്കുന്നത് തുലാത്തിലാണ്, ചൊവ്വ ചിങ്ങത്തിൽ, ചൊവ്വയും കേതുവും ചിങ്ങത്തിൽ തന്നെയാണ്, ബുധനും വ്യാഴവും മിഥുനത്തിലാണ്, ശുക്രൻ നിൽക്കുന്നത് മേടത്തിൽ, മീനത്തിൽ ശനിയും, കുംഭത്തിൽ സർപ്പിയും നിൽക്കുന്നു. ഗുളികോദയമാവട്ടെ വൃശ്ചികൻ രാശിയിലാണ്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് 27 നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്നത്, അതായത് 12 രാശിക്കാരുടെയും ഫലങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഞായറാഴ്ച ദ്വാദശി തിഥി 2 നാഴിക മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച്, 2 നാഴിക 59 വിനാഴികയ്ക്കേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രദോഷവ്രതം എടുക്കാം. ത്രയോദശി പിറ്റേ ദിവസം 8:44, 8 നാഴിക 44 വിനാഴികയേ ഉള്ളൂ തിങ്കളാഴ്ച. അപ്പോൾ വ്രതമായിട്ട് നമുക്ക് ശരിക്കും ഞായറാഴ്ച തന്നെ പ്രദോഷവ്രതം എടുക്കുന്നതാണ് നല്ലത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഈ ദിവസം ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഭൂമി വാങ്ങാനുള്ള ആഗ്രഹമൊക്കെ നടക്കുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ മെറ്റലുമായിട്ടൊക്കെ, ലോഹങ്ങളുമായിട്ടൊക്കെയുള്ള കച്ചവടം നടത്തുന്നവർക്ക് അവർക്ക് കച്ചവടത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജീവിതം അല്പം സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. ഇച്ഛാശക്തി വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ഉദരരോഗം വരാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളുടെയും സന്താനങ്ങളുടെയും ഉയർച്ചയിലൊക്കെ സന്തോഷിക്കുവാനുള്ള അവസരം വന്നു ചേരും. സന്താന യോഗമൊക്കെ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഏകാന്തതയും അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്. മനസ്സിനൊരു ചെറിയൊരു ടെൻഷൻ വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് അത് ഒന്ന് മാറിക്കിട്ടുന്നതായി തോന്നും. അപ്പോൾ ഏകാന്തതയും ഒക്കെ ഇഷ്ടമായി വരുന്ന ഒരു ദിവസമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിലൊക്കെ നടത്തിക്കിട്ടാൻ ഒരു ഉച്ച തിരിയുമ്പോഴേക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സ്വസ്ഥമായിരുന്ന് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാം സമാധാനപരമായി തീരുന്നതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, അതുപോലെ നമഃശിവായ ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാർത്ഥിക്കുന്ന
ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുന്നതാണ്. വീട് വാങ്ങുവാനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതിനുള്ള ആലോചനകൾക്ക് എടുക്കുന്നത് നന്നായിരിക്കും. പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിയാനുള്ളൊരു സാഹചര്യവും ഇതോടൊപ്പം കാണുന്നുണ്ട്. സർക്കാർ സർവീസിലൊക്കെ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ അതിനായിട്ടുള്ള അപേക്ഷകളൊക്കെ തയ്യാറാക്കേണ്ട സമയമാണ്. സാമ്പത്തിക നേട്ടം അല്പസ്വല്പം പ്രതീക്ഷിക്കാവുന്നതാണ്. മേലധികാരികളിൽ നിന്നൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് തയ്യാറാവുക. അതിലൊക്കെ വിജയസാധ്യത ഉറപ്പാണ്. വീട് മോടി പിടിപ്പിക്കുവാനൊക്കെ ശ്രമിക്കും. അതിലും വിജയം പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങളിലൊക്കെ ഒരുവിധം തീരുമാനം വന്നു ചേരുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങളുമായി പുറത്തു പോകുവാനൊക്കെയുള്ള സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. കുടുംബ സന്തോഷം നിലനിർത്തുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനവും അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാരയൊക്കെ നടത്തുന്നത്, ശിവഭഗവാനെ പോയി ദർശനം നടത്തി അവിടെ യഥാശക്തി വഴിപാട് കഴിക്കുന്ന, പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും തെളിഞ്ഞു വരും. എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടുവാൻ രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെയും ശിവഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഐശ്വര്യം നിലനിന്ന് കിട്ടുന്നതിന് സഹായകമാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടവും അല്പസ്വല്പം ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ വളരെ കരുതലോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ക്ലേശപൂർണമായ പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വരും. അപ്പോഴും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെയും ശിവഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എല്ലാവിധ ശത്രുദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതിന് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് നന്നായിരിക്കും. ശിവങ്കൽ ജലധാരയൊക്കെ നടത്തുന്നത് ടെൻഷനൊക്കെ ഒഴിവാക്കുന്നതിന് സഹായകമാകും. ഉന്നതരുടെ പ്രശംസ നേടുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ചെയ്യുവാൻ ശ്രമിക്കണം. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സജ്ജനങ്ങളുമായി നല്ല ആത്മബന്ധമുണ്ടാകുവാനുള്ള ഒരു സൗകര്യം വന്നു ചേരും. ആ സന്ദർഭങ്ങൾ നന്നായി വിനിയോഗിക്കുക. അതുപോലെ പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനവും കീർത്തിയും ഒക്കെ സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. വാക്കുതർക്കങ്ങൾ വരാതിരിക്കാൻ പല രീതിയിലും ശ്രദ്ധിക്കണം. പ്രകോപനമുണ്ടായാൽ പോലും സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. ക്ലേശപൂർണമായ പ്രവൃത്തികളൊക്കെ ചെയ്ത് ഒരു ചിലപ്പോൾ ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അത്ര അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ആരോടും ഒരു അഭിപ്രായത്തിനൊന്നും പോകുന്നില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്ന് മനസ്സിൽ തീരുമാനിക്കുകയും അതിനനുസരിച്ചിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്യുമ്പോൾ വലിയ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവും. കുടുംബാന്തരീക്ഷം ശോഭനമാവും. കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ച് പുറത്തേക്ക് കുറച്ച് അകലെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത്, ക്ഷേത്ര ദർശനം നടത്തുന്നത്, ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ പ്രദോഷത്തിന് ദർശനം നടത്തി ജലധാരയൊക്കെ നടത്തുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്താൻ സാധിക്കുമെങ്കിൽ അതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര ഗുണം പ്രതീക്ഷിക്കാം. ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. വീഴ്ചയിൽ പരിക്ക് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനനഷ്ടം, ശത്രുഭയം, ബന്ധുവിരഹമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചിട്ട് ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത്, ശിവങ്കൽ പിൻവിളക്ക് തെളിക്കുന്നതൊക്കെ നന്നായിരിക്കും. അപ്രതീക്ഷിതമായ സഹായം മുതിർന്നവരിൽ നിന്ന് ലഭിക്കുവാനിടയാകും. അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലൊക്കെ ജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. ശാരീരിക പീഡ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. പല ചിന്തകളാൽ മനസ്സ് കലുഷിതമാകാനുള്ള സാഹചര്യവും വന്നു ചേരും.
പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നതാണ്. അപ്പം ഇതിനൊക്കെ ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കുവാൻ നമഃശിവായ ജപിക്കുന്നത്, ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുക്കുന്നത്, പാർവതീ ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാവും. ഓം നമഃശിവായ, ശിവേ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുമ്പോൾ ടെൻഷനൊക്കെ മാറിപ്പോകുന്നതായി തോന്നും. ഒരു കൂവളമാലയൊക്കെ ഭഗവാന് സമർപ്പിച്ച് പ്രദോഷനാളിൽ വ്രതമെടുത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. സാമ്പത്തിക ഉയർച്ചയും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായവും എല്ലാവിധത്തിലുള്ള ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലസിദ്ധിയും വന്നു ചേരുവാൻ അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം ശിവഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനവിരോധമൊക്കെ വരുവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുക. ഇത് എല്ലാവർക്കും അനുയോജ്യമാണോ എന്നൊരിക്കൽ കൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രം പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുക. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മൂലം മറ്റുള്ളവർക്ക് പൊതുജന നന്മയാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിക്കുവാനായി അനുയോജ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ജീവിത പങ്കാളിയുമായി അകൽച്ച വരാതിരിക്കുവാൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. എവിടേക്കെങ്കിലും അല്പം യാത്രയൊക്കെ പോകുന്നത് കുടുംബാന്തരീക്ഷം സന്തോഷകരമാകുന്നതിന് സഹായകമാകും. പ്രവൃത്തി തടസ്സമൊക്കെ വരും, അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സർവ്വവിധ സുഖങ്ങളും വന്നു ചേരുന്നതിന് ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സുഖവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും. പാർവതീ ദേവിയുടെ അനുഗ്രഹത്താൽ അമ്മ എല്ലാ കാര്യങ്ങളും ശുഭമാക്കി തരും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നത്, സൂര്യ ഗായത്രി ജപിക്കുന്നത്, അതുപോലെ തന്നെ ആദിത്യ ഹൃദയ സ്തോത്രമൊക്കെ ജപിക്കുമ്പോൾ എല്ലാവിധ ശത്രുദോഷങ്ങളും മാറിപ്പോകും. ഉദ്യോഗലബ്ധിക്കായിട്ടുള്ള പുതിയ വഴികളൊക്കെ ആരായുകയും അത് നടപ്പാക്കുന്നതിനുള്ള ശ്രമം തുടരുകയും ചെയ്യുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥനായ സൂര്യഭഗവാന്റെ അനുഗ്രഹവും ശിവഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകും. പ്രദോഷ നാളായതുകൊണ്ട് ഭഗവാൻ ഒരു കൂവളമാലയൊക്കെ സമർപ്പിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം നേടുന്നതിനായി നേരല്ലാത്ത മാർഗത്തിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നേർവഴി മാത്രമാണ് എപ്പോഴും ശുഭത്തിൽ പര്യവസാനിക്കൂ. അതുകൊണ്ട് വഴി മാറി ചിന്തിക്കാതിരിക്കുക. അബദ്ധങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം ഒക്കെ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. ചതിക്കപ്പെടുമ്പോൾ മുൻകോപം സ്വാഭാവികമായി വരും. അപ്പോൾ ചതിക്കപ്പെടാതിരിക്കാനും മുൻകോപം വരാതിരിക്കാനും പ്രത്യേകം കരുതുക. നേത്രരോഗത്തിനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ശിവങ്കൽ ജലധാര നടത്തുന്നത് നന്നായിരിക്കും. കാൽമുട്ടുകൾക്ക് വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കിൻ്റെ ഇല വെച്ചൊന്ന് കെട്ടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകളാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എത്ര ആത്മാർത്ഥ സുഹൃത്തിനെയും ഒരു പരിധിവരെ അകത്ത് നിർത്തുന്നത് നന്നായിരിക്കും. ഉദരരോഗം വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യത്തിൽ പോലും, ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യത്തിൽ നമഃശിവായ ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഭക്ഷണത്തിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ശിവഭഗവാനെയും പാർവതി ദേവിയെയും വിളിച്ച് അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ഭക്ഷണത്തിന് രുചിയും ഗുണഫലവും വർദ്ധിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തിക മാന്ദ്യം വരാതിരിക്കുവാനായി ആ സമ്പത്തിന്റെ വിനിയോഗം വളരെ കൃത്യമായി ചെയ്യുക. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനലബ്ധിയും ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുവാനുള്ളൊരവസരവും വന്നു ചേരും. പൊതുജനങ്ങളുടെ ആരോഗ്യവും പൊതുജനങ്ങളുടെ സന്തോഷവും നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ശിവപാർവതിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. ഒരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു.
തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവിനോ പിതൃസ്ഥാനീയർക്കോ എന്തെങ്കിലും അപകട സാധ്യതകൾ വന്നു ചേരും. അത് വളരെ സീരിയസ് ആവാതിരിക്കുവാനായി ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ജപിക്കുന്നതും നന്നായിരിക്കും. വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടം വന്നു ചേരും. യാത്രാമധ്യേ ചെറിയ അപകട സാധ്യതയൊക്കെ ഉണ്ടാകും. അപ്പോൾ യാത്രകൾ വളരെ കരുതലോടെ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബ സ്വത്തിൻ്റെ യോഗം വന്നു ചേരുന്നതാണ്. മാനഹാനി വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ എല്ലാം ഒന്ന് ആസൂത്രണം ചെയ്ത് വാക്കുകളെല്ലാം കൃത്യമായി ഉപയോഗിക്കുമ്പോൾ അപമാന ഭീതിയൊക്കെ ഒഴിവായി പോകും. സന്താനങ്ങളെ കൊണ്ട് സദ്ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു. ധനപരമായും മാനസികമായും സന്തോഷവും സമാധാനവും വന്നു ചേരും. കളത്രവുമായി അഭിപ്രായ ഐക്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സന്തോഷം നിലനിർത്തുന്നതിനായി ചെറിയ യാത്രകളൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ജലധാരയൊക്കെ നടത്തുന്നത്, ശിവഭഗവാൻ ഒരു കൂവളമാലയൊക്കെ സമർപ്പിക്കുന്നതും അവിടുന്ന് അന്നദാനമൊക്കെ കഴിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് വിട്ടു നിൽക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായത്താൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സ്വന്തക്കാരും സഹപ്രവർത്തകരും ഒക്കെ സഹായിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. വീട് നിർമ്മാണം എന്നൊരു വലിയ കടമ്പ പൂർത്തീകരിക്കാൻ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയമാണ്. അതുപോലെ തന്നെ ഹൃദ്രോഗമുള്ളവരൊക്കെ ഒന്ന് അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ ചെപ്പടി വിദ്യയിലൂടെയൊക്കെ വാക്സാമർത്ഥ്യമൊക്കെ കൊണ്ടൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം വരുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. വ്യാപാരികൾക്ക് കച്ചവടത്തിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടും. ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഈ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി അമ്മയ്ക്ക് ഗുരുപുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നതും ശിവങ്കൽ ജലധാരയൊക്കെ നടത്തുന്നതും നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉയർച്ച പടിപടിയായി വന്നു ചേരുന്ന സമയമാണ്. നേതാക്കന്മാർക്ക് സദസ്സിൽ ആദരിക്കപ്പെടുവാനൊക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. സാമ്പത്തികമായി നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ പരിശ്രമം കൊണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. ജലദോഷമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വസ്തരായി നിൽക്കുന്നവരുടെ പെരുമാറ്റത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അവരിൽ നിന്നും അപകട സാധ്യതകളോ വഞ്ചനയോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള അഭിപ്രായ ഐക്യം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. സഹപ്രവർത്തകരുടെയും മറ്റും അവിചാരിതമായി അവരുടെയൊക്കെ ഇടപെടൽ മൂലം കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ബന്ധുക്കളൊക്കെ സഹായ രംഗത്തേക്ക് വന്നു ചേരും. സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവും കുടുംബ സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവങ്കൽ നെയ്വിളക്ക് കത്തിക്കുന്നത്, പിൻവിളക്ക് തെളിക്കുന്നത്, കുവളമാല സമർപ്പിക്കുന്നത്, കഴിയുമെങ്കിൽ പ്രദോഷവ്രതം എടുക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കളത്രവുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. നിയമ നടപടികളൊക്കെ വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാവാനുള്ള അത്രയും പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ ആത്മസംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. അഭിപ്രായ ഐക്യമില്ലാത്തിടത്ത് വാഗ്വാദങ്ങൾക്ക് നിൽക്കരുത്. അല്പം മാറിപ്പോകുന്നത് നന്നായിരിക്കും. രോഗികൾക്ക് ആശ്വാസം വരുന്ന സമയമാണ്. വിവാഹ യോഗങ്ങളൊക്കെ ആകുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹ
യോഗത്തിനുള്ള അവസരം വന്നു ചേരും. കർമ്മരംഗത്ത് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ ആരായുക. സഹപ്രവർത്തകരുമായി അഭിപ്രായ ഐക്യത്തിനായി ശ്രമിക്കുക. ബിസിനസ്സിൽ ധനനഷ്ടം വരാതിരിക്കുവാൻ കരുതിയിരിക്കുക. അവിചാരിത ആപത്തുകൾ ഒഴിവാകുന്നതിന് ശിവങ്കൽ അഭയം പ്രാർത്ഥിക്കുന്നതും വിഷ്ണുമായ സ്വാമി ചതൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ അനുഗ്രഹങ്ങൾ നൽകും. ഉദ്യോഗ കയറ്റത്തിന് തടസ്സം വരുവാണെങ്കിലും അല്പം ഗണപതി ഭഗവാൻ ഒരു നാളികേരമൊക്കെ ഉടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവസം അനുകൂലമായി തീരുന്നതാണ്. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലൗകിക സുഖങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. മുൻകോപമൊക്കെ അല്പം വർദ്ധിക്കുമെങ്കിലും സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവമൊക്കെ പൂർണ്ണമായും ഇല്ലാതാവുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ കരുതലോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യും. അത് വിജയമായി തീരുകയും ചെയ്യും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. കളത്രവുമായി കൂടുതൽ ഐക്യത്തിൽ വരുവാനുള്ള കുടുംബയോഗങ്ങൾ സഹായകരമായി തീരുന്നതാണ്. മനസ്സിന് സന്തോഷവും ഉന്മേഷവും ലഭിക്കുന്ന യാത്രകൾ ആവശ്യമായി വരും. ധനനഷ്ടം വരാതിരിക്കുന്നതിനും കുടുംബത്തിൻ്റെ മേലുള്ള ആ അഭിപ്രായ വ്യത്യാസങ്ങൾ, തന്നോടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതിന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടണമേ എന്ന് രാശിനാഥനായ വിഷ്ണുമായ സ്വാമി ചതൻ സ്വാമി മറ്റ് ആഞ്ജനേയ സ്വാമി ധർമ്മശാസ്ത്രവരോടൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവങ്കൽ കുവളമാലയും പിൻവിളക്കിൽ എണ്ണയും ഒക്കെ സമർപ്പിച്ച് ജലധാരയും കൂടി നടത്തുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആനുകൂല്യം, പൊതുപ്രവർത്തകർക്ക് സ്നേഹബഹുമാനങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു കിട്ടും. ആഗ്രഹിച്ച വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ തൃപ്തി വരുന്നത് പോലെ തന്നെ വാഹനം വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധ ആവശ്യമാണ്. വിളവുകളിലൊക്കെ അല്പം ലാഭം വന്നു ചേരുന്നതാണ്. രോഗികൾക്ക് ആശ്വാസം വരുന്നതോടൊപ്പം തന്നെ കർമ്മരംഗത്ത് ചെറിയ ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ സ്വന്തം തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. സാഹിത്യകാരന്മാർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. ഉപദ്രവങ്ങൾ അതിജീവിക്കാനുള്ള ഒരു കരുത്തുണ്ടാകും. മാധ്യമ പ്രവർത്തകർക്ക് അനുകൂലമായ സമയം വന്നു ചേരും. ബന്ധുക്കളുമായുള്ള ശത്രുതയൊക്കെ മാറി അനുഗ്രഹ സ്ഥാനത്തേക്ക് അവർ വരുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി തന്നെ അനുഭവിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രദോഷവ്രതം നന്നായി ചെയ്യുവാനും ശിവഭഗവാനെയും പാർവതീദേവിയും പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.